വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ മുസ്ലിമിലെ ആണുങ്ങൾ അവിടെ പോയിട്ട് എന്താ പറയുക, പെണ്ണുങ്ങളെ പണിയെടുത്ത് ആർമാദിക്കുക എന്നതാവും. പക്ഷേ ഇസ്ലാമിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ടടാ, ഈ ലോകത്ത് ഒരാളെ വേദനിപ്പിക്കാതെയും കൊല്ലാതെയും പിടിച്ചു പറിക്കാതെയും വ്യഭിചാരം ചെയ്യാതെയും ഈ ലോകത്ത് സൂക്ഷിച്ച് ജീവിച്ചാൽ, മനസ്സിലായോ? നിങ്ങളപ്പോൾ എന്താ ഉദ്ദേശിക്കണത്? മുസ്ലിങ്ങളൊന്നും ഈ ലോകത്ത് സൂക്ഷിച്ച് ജീവിക്കേണ്ട, തോന്നിയ പോലെ ജീവിക്കട്ടെ എന്നാണോ? അല്ല. ഖുർആൻ എന്ന വേദപുസ്തകം എന്താ പറയുന്നത്? ഈ ലോകത്ത് നിങ്ങൾ ആരെയും ദ്രോഹിക്കാതെ കൊലപാതകങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ ഈ ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല, എന്നാൽ മരണശേഷം നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ജീവിതമുണ്ട്. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാം. അത് ഇപ്പോൾ നിങ്ങൾ പെണ്ണുങ്ങളെ വേണമെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് മദ്യം വേണമെന്ന് പറഞ്ഞാലും ശരി, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് കരുതി അവിടെ അങ്ങനെ 72 ഹൂറിമാർ മരിച്ചുപോയ ആണുങ്ങളെ കാത്തിരിക്കുന്നു എന്നല്ല. ഈ ലോകത്ത് സൂക്ഷിച്ച് ജീവിക്കാനാണ് പടച്ചോൻ പറയുന്നത്. ഒരാളേനെ ഉപദ്രവിക്കാതെ, വേദനിപ്പിക്കാതെ, ശല്യം ചെയ്യാതെ, പിടിച്ചു പറിക്കാതെ, മറ്റുള്ളവൻ്റെ വിശപ്പ് കണ്ടറിഞ്ഞ് അവനൊരു നേരത്തെ അന്നം മേടിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് മേടിച്ചു കൊടുത്ത് ജീവിക്കാനാടാ പറയണത്. നീയൊക്കെ എന്താടാ അപ്പം പറയണത്? ഈ ലോകത്ത് സൂക്ഷിച്ച് ജീവിക്കണ്ട, പരലോകത്തുള്ള എന്ത് കണ്ടിട്ടായാലും നിങ്ങളിവിടെ സൂക്ഷിച്ച് ജീവിക്കണ്ട എന്നാണോടാ മോനെ പറയുന്നത്? ഇസ്ലാം എന്ന വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ഈ ലോകത്ത് നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ശാശ്വതമല്ല, എന്നാൽ മരണശേഷം പരലോകം എന്നൊന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനുള്ള അവസരം പടച്ചവൻ തരുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും എന്താക്കിയ ആളുകൾ പടച്ചവൻ പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നവനാക്കി. അല്ലട്ടാ, നിങ്ങളേനൊക്കെ വഴിതിരിച്ച് വിടുന്ന ആൾക്കാർ അത് ചെയ്തുകൊണ്ടേയിരിക്കും പണത്തിന് വേണ്ടിയിട്ട്. അവർക്ക് ലക്ഷ്യം കേട്ടോ, അല്ലാതെ നിങ്ങളെ നന്നാക്കലില്ല. അവരുടെ ഉദ്ദേശം എന്താ? അവരുടെക്ക് പണം കയ്യിൽ വീഴണം, ആർഭാടമായിട്ട് ഇവിടെ ജീവിക്കണം. അതിൽ നിങ്ങൾ ക്രിമിനലുകളായാലും എന്താ? ആനന്ദേ, ഇപ്പം നിനക്ക് ക്രിമിനൽ ബുദ്ധി വന്നില്ലടാ. മുസ്ലിങ്ങളൊക്കെ ഇന്നതിന് വേണ്ടിയാണ് ജീവിക്കണം, ഇന്നതിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. നീയൊക്കെ ക്രിമിനൽസായി മാറിയില്ലടാ. ഓട്ടോമാറ്റിക്കായിട്ട് നിനക്കൊക്കെ മുസ്ലിങ്ങളോട് വെറുപ്പ് തോന്നിയില്ലടാ. അതിലൊക്കെ ആരിഫ് ഹുസൈൻ, ജബ്ബാർ, ജാമിദ, അതിലൊക്കെയാണ് അവരുടെ വിജയം. മനസ്സിലായോ? ഞാൻ ഏകദേശം ഒരു 2-2.5 മാസം അവിടെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം അതിലെ കുറച്ച് അറിവുകൾ മനസ്സിലായോ ഞാൻ പഠിച്ചിരിക്കുന്നു. അറിയാം കേട്ടോ എൻ്റെ ആനന്ദേ. അതുപോലെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, എന്ത് സ്ത്രീകളെന്നെ പടച്ചവൻ കൃഷിയിടമായിട്ടാടാ. കൃഷിയിടം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയോടാ? ഒരു നെൽകൃഷി, നീ ആ നെൽകൃഷി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു കൃഷിക്കാരൻ ആ പാടത്തിനെ എങ്ങനെയെല്ലാം നോക്കണടാ. ഒരു നെൽകൃഷി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെൽകൃഷി ഇറക്കാനുള്ള സ്ഥലമായിരിക്കണം. വേണ്ടടാ, കൃഷി അറിഞ്ഞ് വിളവെടുക്കണം. മനസ്സിലായോ? നിന്റെ പെണ്ണുമ്പിള്ളയോട് നീ പെരുമാറുന്ന രീതി, അവളുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ നിനക്ക് സാധിക്കണം. അതാണടാ കൃഷിയിടം എന്നതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത്. കേട്ടടാ. അല്ലാതെ ജാമിദും ജബ്ബാറും ആരിഫ് ഹുസൈനും പറഞ്ഞത് പെണ്ണുങ്ങളെ കൃഷിയിടം പോലെ അങ്ങോട്ട് കയറി മേയ്യാന്നല്ലടാ. ഒരു മണ്ണ് അത് പരിശോധിച്ച് അത് നല്ല വിളവ് എങ്ങനെ എടുക്കാം. നീ നിൻ്റെ മക്കളേനെ, നിൻ്റെ ഭാര്യയെ നീ നല്ലതുപോലെ നോക്കി അവളിൽ മക്കളുണ്ടാക്കി നിൻ്റെ തലമുറയെ നിനക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാം. കേട്ടറാ മോണേ, പോടാ ആനന്ദേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇസ്ലാം മതം എന്ന മതത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഹിന്ദു മതത്തിൽ നിന്നും കിട്ടാത്ത ഒരുപാട് അറിവുകൾ മനസ്സിലായടാ. ഒരു മനുഷ്യനോട് പെരുമാറേണ്ട പെരുമാറ്റം എന്താണ്, ഒരു സ്ത്രീയെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായടാ. ഞാൻ ഒരുപാട് കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ബാഡ് കമൻറ്റ് ഇടുമ്പോഴാടാ ഞാൻ തിരിച്ച് തെറി പറയുന്നത്. കേട്ടറാ. പടച്ചോനെ മറന്ന് ഞാൻ എൻ്റെ നാക്കിൽ ബാഡ് കമൻറ്റ് ഇതിന് മറുപടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയിപ്പിക്കണതാ. കേട്ടോ എൻ്റെ ആനന്ദേ. പിന്നെ നീ പറയുന്ന അപ്പിക്കുപ്പായം, ഇപ്പം ഞാനിട്ടിരിക്കുന്ന അപ്പിക്കുപ്പായം ഉണ്ടല്ലോ, ഇപ്പോൾ നിനക്ക് ഏത് വഴിയാടാ സെക്സ് തന്നിരിക്കുന്നത്? നീ എന്നെ നോക്കുമ്പോൾ നിനക്ക് തോന്നുന്നില്ലേടാ ഇവളേനൊന്ന് പൂശായിരുന്നു എന്നുള്ളത്? അതുപോലെ തന്നെയാടാ പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയോ?
നിന്നെ പോലുള്ള കാമം നിറഞ്ഞ കണ്ണുകളിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളുടെ സ്ത്രീകളുടെ മൂടുപടങ്ങൾ നിങ്ങൾ താഴ്ത്തിയിടൂ. മനസ്സിലായോ? നീ കണ്ടിട്ടുണ്ടോടാ ഒരു വാഴക്കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പാകമായി തുടങ്ങുമ്പോൾ അതിനെ ആ വാഴയിലകൾ കൊണ്ട് തന്നെ മൂടിയിടും. നീ കണ്ടിട്ടുണ്ടോടാ? പാവല്, വഴുതന, വെണ്ടൻ എന്ത് തന്നെ ആയിക്കോട്ടെ, പുഴുക്കൾ വന്ന് കുത്താതിരിക്കാൻ, വണ്ടുകൾ വന്നതിനെ നശിപ്പിക്കാതിരിക്കാൻ നീ കണ്ടിട്ടുണ്ടോടാ? അതുപോലെ തന്നെയാടാ പടച്ചവൻ പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെയുള്ള 15 വയസ്സ് കഴിഞ്ഞ് നിങ്ങളുടെ പെൺമക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള വസ്ത്രം, അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടുക. കാമം പിടിച്ച കണ്ണുകളിൽ നിന്നും രക്ഷ നേടാൻ. നീ നരസിംഹ സിനിമയിൽ കേട്ടിട്ടുണ്ടാ? അവൻ്റെ ദൃഷ്ടി പെട്ടാ മതി പിഴച്ചു എന്ന് കരുതുന്ന നാട്ടേരെന്ന്. അതന്നെടാ കേട്ടോ. ആനന്ദേ ഓടാ കടന്നിട്ട് അവൻ വന്നേക്കുന്നു ഉണ്ടാക്കാൻ. നീയൊക്കെ ആദ്യം പഠിക്കടാ കേട്ടോ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കും. നിന്റെ വീടിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ മുസ്ലിങ്ങളുണ്ടെങ്കിൽ നീയൊക്കെ എങ്ങനെ പെരുമാറടാ? ഒരാപത്ത് വന്നാൽ ചിലപ്പോൾ നിന്റെ ബന്ധുക്കളായിരിക്കില്ലേ ഓടി വരിക. അടുത്ത് കിടക്കുന്ന നീ ചിലപ്പോൾ വിചാരിക്കുന്ന നിന്റെ ശത്രുക്കളായിരിക്കും ഓടി വരിക കേട്ടോ. നീ റോട്ടിൽ കിടന്ന് ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ജാതിയും മതവും നോക്കാതെ അവിടെ കൂടിയിരിക്കുന്ന ആളുകളാവും നിന്റെ അടുത്തേക്ക് ഓടിയോട്ട് വരിക. വൈരാഗ്യം, ഈ പറയുന്ന വർഗീയതൊന്നും വേണ്ട മോനെ കേട്ടോ. ചിലപ്പോൾ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടി ചാവാനാവും നിനക്കൊക്കെ വിധി വെച്ചിരിക്കുന്നെങ്കിലോ. നീ പറയോ ചാവണ നേരത്തെ എനിക്ക് മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് വേണ്ടെന്ന്? പറയടാ. പോടാ. എനിക്ക് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. പോടാ പോടാ പോടാ. നീയൊക്കെ പോടാ കിടന്നിട്ട്. ഇസ്ലാമിനെ പറയിപ്പിക്കാതെ പോയി ഉറങ്ങാൻ നോക്കൂ. നിങ്ങൾ മുസ്ലിം തന്നെയാണോ? അല്ലടാ. എന്താണ് ഷരീഫ് അലി? അല്ല. നീ ഈ ഫേക്ക് അടിന്ന് വന്നിട്ടുണ്ടല്ലോ, നീ ഇസ്ലാമാണോടാ? നീ നിൻ്റെ പ്രൊഫൈൽ എന്നിട്ട് വാടാ, ഞാനൊന്ന് കാണട്ടെ. നിൻ്റെ പ്രൊഫൈലിൽ നിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊന്ന് വാടാ, ഞാൻ പറയാം നീ ഇസ്ലാമാണോ അല്ലേ എന്നുള്ളത്. നീ എന്തുവാടാ വിചാരിച്ചത്? ഇവിടെ വരുന്ന ഫേക്ക് ഐഡികൾ മൊത്തം ഷരീഫ് അലി, അഷറഫ്, മറ്റത് മറിച്ചത് എന്ന് പറയുന്നവരൊക്കെ എല്ലാവരും ഇസ്ലാമാണെന്നാണ് നിൻ്റെ വിചാരം? അല്ലടാ. എങ്ങനെയൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ചെന്ന് ഏതൊക്കെ ലൈവിൽ എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങ് ഉണ്ടാക്കിച്ചിട്ടാണ് വന്നത്. പോടാ കടന്നിട്ട്. നീ ആദ്യം നിൻ്റെ തന്തട്ട പേരിൽ വാടാ കേട്ടോ. ഓവർ അഭിനയം വേണ്ട. നോമ്പിനാടി ലിപ്സ്റ്റിക് ഇട്ട് സിനിമ പാട്ടും പാടി കൊഞ്ചുന്നത് ഹിജാബും ഇട്ട് മയക്കുന്ന പട്ടി. ഹമീദ ലത്തീഫേ, നീയും പറഞ്ഞതുപോലെ സ്വന്തം തന്തട്ട പേരിൽ വായോ കേട്ടോ. സംഖ്യകൾ ഇവിടെ കുറേ കിടന്ന് കുണക്കിനുണ്ട്. സംഖ്യകൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയണത് കേട്ടോ. എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ്, എൻ്റെ ഇഷ്ടം. ഞാൻ ചിലപ്പോൾ പർദ്ദയിടും, ഇസ്ലാമായി ജീവിക്കും, ഇസ്ലാമായി മരിക്കും. എൻ്റെ ഹമീദ ലത്തീഫേ, നീയൊക്കെ നിൻ്റെ തന്തയ്ക്ക ഉണ്ടാക്കാൻ നോക്ക് കേട്ടോ. വീട്ടിലെ തന്തയുണ്ടെങ്കിൽ തന്തയ്ക്ക ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ വായോ. താത്ത സുഖമാണോ? പിന്നെന്താ ഫസീല, സുഖം. പാട്ട് സൂപ്പർ, താങ്ക് യു. പർദ്ദ ഇട്ടത് കൊണ്ടൊന്നും മുസ്ലിം ആവില്ല, നല്ലോണം ഓർത്തു. ഓഹോ, സിയ എന്ന് പേര് വെച്ചത് കൊണ്ടൊന്നും നീ ഇസ്ലാം ആവില്ല കേട്ടോ. സിയ എന്ന് പേര് വെച്ചത് കൊണ്ട് നീ എന്താവൂല? നീ ഇസ്ലാം ആവൂല. പേര് മാറ്റി നിൻ്റെ അച്ഛനിട്ട പേരിൽ നീയും വായോ കേട്ടോടി. കുറേ പട്ടികളുണ്ട് വന്ന് കുരക്കണ ചാണക സംഖ്യകൾ. ആ ചാണകം ഇവിടെ ഇറക്കല്ലടാ, വീട്ടിലെ മക്കൾക്ക് കൊണ്ടേ തിന്നാൻ കൊടുക്കടാ. എന്നിട്ട് അവരും ചാണകമായി മാറട്ടെ, നിൻ്റെയൊക്കെ ചാണക ബുദ്ധിയായി മാറട്ടെ കേട്ടറാ. വേഷം നിറഞ്ഞ വിത്തുകളെ. ആഹാ ആനന്ദ്, അതിന് ഇവൾ ശരിയായ മുസ്ലിം അല്ലല്ലോ, കൺവെർട്ടഡ്. അതടാ ആണ്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതാ. ഞാൻ ശരിയായതല്ല, ഞാൻ വളഞ്ഞ വഴി കൂടെ ഉണ്ടായതാ. നിൻ്റെ നിൻ്റെ തള്ള നിന്നെ വളഞ്ഞ വഴി കൂടെ ഉണ്ടാക്കിയ പോലെ. ചോച്ചോക്കാ തള്ളോടൊന്ന് പോയിട്ട് ഏത് വളഞ്ഞ വഴി കൂടെ പോയിന്ന് കേട്ടോ. മൊയ്തീൻ ഹായ് മുത്തം, ആയിക്കോട്ടെ.
വൈറലാവണമെങ്കിൽ പണിയെടുക്കണം. സക്കീർ ഹുസൈൻ. ആടാ ശരിയാണടാ, നിന്റെ തള്ള നിന്നെ വൈറലാക്കാൻ വല്ലാത്ത പണിപ്പെട്ടിരിക്കുന്നു. വാപ്പയെ കൊണ്ടുണ്ടായില്ല, നാട്ടുകാരെ കൊണ്ടാണ് നിന്നെ വൈറലാക്കിയത് കേട്ടോ. സക്കീർ ഹുസൈൻ കേട്ടറാ മോനെ, വെറുതെ ഇട്ട് നീ ആരെയാണ് പറ്റിക്കുന്നത്? നിന്റെ വാപ്പാനെ ഇപ്പം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താത്ത ട്രാൻസ് ആണോ? താത്തയ്ക്ക് കുണ്ടന്മാരുടെ സൈനുണ്ട്. പിന്നെ ഇഷ്ടം പോലെ കുണ്ടന്മാരുടെ സൈനുണ്ട്. എന്തേ എൻ്റെ പെങ്ങൾക്ക് വേണടാ? പെങ്ങൾക്ക് വേണം. പെങ്ങൾക്ക് കുണ്ടനോടാണ് താല്പര്യം എന്ന് പറഞ്ഞു കേട്ട്. കുണ്ടന്മാരുടെ അടിയോട്ടാണ് താല്പര്യം എന്നുള്ളത് നിന്റെ പെങ്ങൾക്ക് പറയടാ കേട്ടാ. വേണമെങ്കിൽ ഒപ്പിച്ച് തരാം. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇല്ലടാ സാബിറ, എനിക്ക് വേറെ പണിയൊന്നുമില്ലടാ. വട്ടാണല്ലേ? യെസ്. മുസ്ലിം വേഷം ഒഴിവാക്ക് പെണ്ണി. യെസ്. എൻ്റെ തീമേ നീ പോടാ. നീ കുറേ അസ്രായുടെയും മറ്റതും മറിച്ചതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്തെല്ലാന്ന് നീ ഇസ്ലാമല്ലെന്ന് കേട്ടോ. നീ ഒരു ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഞാനൊരു ഇസ്ലാമിലേക്ക് വന്നതാണെങ്കിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നല്ലോ കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടടാ. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. നിനക്കൊക്കെ പോയി ചത്തൂടടാ മോനെ. നിനക്കൊക്കെ പോയി അങ്ങ് ഒരു കഷ്ണം കയറിലങ്ങ് ചിലവാക്കി കൂടടാ മോനെ. നീയൊന്നും അടുത്ത തലമുറേനെ ഉൽപ്പാദിപ്പിക്കരുത് കേട്ടോ. നിൻ്റെ എന്നും വിത്തുകൾ അടുത്ത തലമുറയിൽ ഉണ്ടാവരുതേ. കാരണം എന്തെന്നറിയോ? ചിലപ്പോൾ ഈ നാടൊക്കെ കുട്ടിച്ചോറാക്കും. നീയോ ഇങ്ങനെ വിത്ത് ഗുണം 10 ഗുണം എന്നാ ചിലപ്പോൾ കാണിക്കാതിരിക്കില്ല. അമ്മാതിരി വർഗീയത കൊണ്ട് നീയൊക്കെ എന്താക്കും? കത്തിക്കും ഈ നാടിനെ കേട്ടോ. അതുകൊണ്ട് നീ മക്കളെയൊന്നും ഉൽപ്പാദിപ്പിക്കരുതേ. നീ അങ്ങനെ അങ്ങ് ജീവിച്ചിപ്പോൾ വയസ്സാവുമ്പോൾ ഏതെങ്കിലും മോഡയിൽ അങ്ങ് മറിഞ്ഞു വീണ് ചാകട്ടെ നീയൊക്കെ. അയ്യോ ചുണ്ട് അടിപൊളിയാണോ സാബിറെ? ഇതിനൊക്കെ എന്തിൻ്റെ കേടാണ്? എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കണം. എൻ്റെ എന്തുവാടെ ഹെൽത്ത് കെയറേ. അങ്ങനെ ഇതിനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടെങ്കിലേ എടി നമ്മുടെ നിഷാന, നിമിഷ, കാട്ടുചെമ്പകം, പിന്നെന്താ വേറൊരു പെണ്ണും കൂടി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കൊറോണ ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ പോലെയൊക്കെ മെമ്പർഷിപ്പ് ലൈവ് വെച്ച് 1 മണിക്ക് ശേഷം അങ്ങ് അഴിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ മതിയടി. ഇഷ്ടം പോലെ പൈസ കയറും. അതുകൊണ്ടേ ആ വർത്താനം ഇവിടെ വന്ന് എൻ്റെ മോള് പറയണ്ട കേട്ടോ. ഞാൻ എൻ്റെ അവറത്തൊക്കെ മറച്ച് നല്ല ഡീസൻ്റായി കിട്ടണത് മതി. ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ മോഹങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ദുരാഗ്രഹങ്ങളുമില്ല. കൊട്ടാരം വേണമെന്നില്ല, സ്വർണ്ണങ്ങൾ തൂക്കിയിട്ട് നടക്കണമെന്നില്ല. എൻ്റെ മക്കൾക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടാതെ, ഇത് വാടക വീടാണെന്നുണ്ടെങ്കിലും ഈ വാടക കൊടുത്തിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണേ പടച്ചോനേ എന്നുള്ള ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ചോറാണെങ്കിൽ ചോറ്, ഇനിയിപ്പോൾ അത് കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, 3 നേരത്തിനില്ലെങ്കിലും വിശപ്പടക്കി നിൽക്കാൻ 2 നേരമായാലും അത് തരുന്ന പടച്ചവനോട്ട് നന്ദി പറഞ്ഞു ജീവിക്കുന്നു കേട്ടോ. എൻ്റെ ഹെൽത്ത് കെയറേ. എനിക്കങ്ങനെ ദുരാഗ്രഹമൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് വാടകയ്ക്കില്ല, എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം, ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇവിടെ വെക്കുന്നുണ്ട്, എൻ്റെ അത് വെക്കുന്നുണ്ട് ഇത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കണ്ണീരോടും കയ്യോടും കൂടി ഇവിടെ വന്ന് പറയാടി. ഞാനത് ചെയ്യുന്നുണ്ടോടി? അതെന്താ ചെയ്യാത്തത്? എനിക്ക് അർഹതപ്പെട്ടത് എൻ്റെ കൈകളിലേക്ക് എത്തും. ഒരാളുടെ മുന്നിലും അയ്യോ എന്നെ സഹായിക്കണേന്ന് പറയത്തില്ലടി. സഹായങ്ങളൊക്കെ പടച്ചവനോട് മാത്രം കേട്ടോ. എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, അവനോട് മാത്രം. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോണ്ടല്ലോ അത് എന്തൊരു മനസ്സുഖാന്നറിയോടി നിനക്ക്? നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് ചോദിക്കുമ്പോഴേ അതിലെന്തൊരു മനസ്സുഖാന്നറിയോ? നമ്മൾ ആരുടെങ്കിലും, ഇപ്പം നിന്നെ പോലുള്ള ആരുടെങ്കിലും മുന്നിൽ വന്ന് ഞാൻ കുമ്പിട്ട് നിന്നിട്ടേ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ അത് നിനക്കാ മനസ്സുഖം അല്ലേ? ഒന്ന് ചിന്തിച്ചേ. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ അടുത്ത് കെഞ്ചി, എൻ്റെ കാല് പിടിച്ചു, എന്നാലും ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിന്നെപ്പോലുള്ള മനസ്സുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുന്നതിൽ നല്ലത് പടച്ചവനോട് ചോദിച്ചു നോക്ക്. ഏതാപത്തിലും കൈവിട്ടിട്ടില്ലടി കേട്ടോ. എന്നെ ഏതാപത്തിലും കൈവിട്ടിട്ടില്ല ആ ഒരു തൻ്റെ ഇടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ഹെൽത്ത് കെയറേ.
സയൻസ് കൂടുതൽ മനസ്സിലാക്കിയാൽ ദൈവമില്ലെന്ന് മനസ്സിലാകും. ഇല്ലടാ രാംകുമാറി, ഞാനും ആദിക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വിരൽ, ഈ തള്ളവിരലിൻ്റെ എനിക്കുള്ളതുപോലെ തന്നെ വേറൊരാൾക്കുണ്ടോ? മരിച്ചു പോയ ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പം ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? പോട്ടെ, ഇനി വരുന്നവർക്ക് ആർക്കെങ്കിലും ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഈ വിരലടയാളം പോലും സൂക്ഷ്മമായി, ഇത്രയും ഈ ഭാഗം പോലും സൂക്ഷ്മമായി പടയ്ക്കുന്ന ഒരുത്തനുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എൻ്റെയും നിൻ്റെയും ഇത്രയും പോകുന്നൊരു സ്ഥലം അത്രയും സൂക്ഷ്മമായിട്ട് പടച്ചവൻ പടയ്ക്കുന്നുണ്ടെങ്കിൽ ഉണ്ടടാ, പടച്ചവനുണ്ട് കേട്ടോ, നീ വിശ്വസിച്ചോ. നീ സയൻസിലേക്കും അതിലേക്കും ഇതിലേക്കൊന്നും പോവണ്ട, പടച്ചവനുണ്ട്. നീ ശ്വസിക്കുന്ന ശ്വാസം നീ കാണുന്നുണ്ടോ? പറ. നീ ശ്വസിക്കുന്ന ശ്വാസം നീ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നീ ശ്വസിക്കുന്നില്ലേ? അങ്ങനെ ഒരു ശ്വസനം, ഓക്സിജൻ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അപ്പം നീ വിശ്വസിച്ചോട്ടാ. താത്തയുടെ പേര് ശ്രീജ എന്നാണോ? ആടാ, ചിലപ്പോൾ പെണ്ണെല്ലാം ആണായിരിക്കും. ആടാ, നിനക്കിനി കടിയിളകും. പോടാ, നീയൊക്കെ താരത്തിൽ പോയി കളിയടാ. ബെസ്റ്റ് സോങ് അബ്ദുൾ റഷീദ്, താങ്ക് യു. അപ്പോൾ കുറേ കാര്യം അറിയാം, ബട്ട് പ്രവർത്തിക്കുന്നില്ല. എങ്ങനെ പ്രവർത്തിക്കാനാടാ എൻ്റെ ഷർഫലി അല്ലേ? ഷർഫലി, എൻ്റെ ചിലപ്പോൾ വിധിയായിരിക്കാം ഇവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ യൂട്യൂബ് പൈസ. ഞാനിവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ റബ്ബിൻ്റെ തീരുമാനം. ഞാനിവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ നാവ് അനങ്ങുന്നുണ്ടെങ്കിൽ, ഇനി അതിലൂടെ മോശം വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് പടച്ചവൻ്റെ തീരുമാനം. ഓക്കെ, ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ പടച്ചവനോട് ഞാൻ പറയുന്നുണ്ട്, എന്ത്, ഈ ഭൂമി എനിക്ക് നരകമാണ്. ഓക്കെ, ഈ ഭൂമിയിലെ ജീവിതം എനിക്ക് നരകമാണ്. ഞാനെങ്ങാനും മരണപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഖബറിടമെങ്കിലും എനിക്ക് സമാധാനം തരണേ എന്നുള്ളത് ഞാൻ പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്. എൻ്റെ ഷറഫലി കേട്ടോ. ഇതെനിക്ക് പടച്ചവൻ തന്ന വിധി. പടച്ചവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തെ കാര്യം എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? നീ ഒന്ന് പറഞ്ഞേ. ജീവിതത്തിലെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം അല്ലേ? ഞാൻ ആ വിധിയെ മാറ്റാൻ ഞാൻ എൻ്റെ ദുആയിലൂടെ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനകളിലൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പടച്ചവൻ മാറ്റിത്തരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഷറഫലിയെ. നബി പിള്ളേരെ പ്ലാക്കിയതല്ലേ, അടിമ കച്ചവടം നടത്തിയിട്ടില്ലേ, അപ്പോൾ അവൻ സ്വർഗം കിട്ടിയോ? എടാ, നബി 10 വയസ്സുള്ള പെൺകുട്ടീനെ കല്യാണം കഴിച്ചു എന്നാണ് പറയണത്. പണ്ടത്തെ നിയമം നമുക്കറിയില്ലല്ലോടാ. അറിയോ? എന്തിന് 100 കൊല്ലം മുന്നേ വരെ 16 വയസ്സിൽ 15 വയസ്സിൽ എന്തിന്? എൻ്റെ അമ്മമ്മ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ടാ 11ാമത്തെ വയസ്സിലാണ് പ്രായം കഴിഞ്ഞത്. മനസ്സിലായോ? അപ്പം അന്നത്തെ നിയമങ്ങൾ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലടാ. ഞാൻ പറഞ്ഞു പിന്നെ അവിടെ കാട് കയറിപ്പോടാ. ഞാൻ അബദ്ധത്തിൽ ഈ ചാനൽ കണ്ടതാ, ഞാൻ റിപ്പോർട്ട് അടിക്കുന്നു. ആയിക്കോട്ടെടാ, നീ അടിച്ചങ്ങ് പോടാ. നീ നിൻ്റെ അമ്മയുടെ സാമാനത്തിലും കൊണ്ട് അടിയടാ വീട്ടിൽ ചെന്നിട്ട്. മുസ്ലിം പറഞ്ഞിട്ട് ലൈവിൽ ഇങ്ങനെ തെറി പറയില്ലേ? പോടി, നീ ആദ്യം ഇസ്ലാമായിട്ട് പാടി, നിന്റെ പേര് മാറ്റടി. പ്രശാന്ത് PV, ആരിഫ് ഹുസൈനെ